എല്ലാവർക്കും ടെസ്റ്റിംഗ് ബഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ടെസ്റ്റിംഗ് ബഡി യൂട്യൂബ് ചാനൽ കോർഡിനേറ്റ് ചെയ്യുന്ന ടെക്നെറ്റ് ബൈറ്റ്സിൻ്റെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണുന്നത്. താല്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കുക്കീസിനെ പറ്റിയാണ്. നമ്മൾ സാധാരണയായിട്ട് വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റിങ്ങിനെ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് കുക്കീസ് ടെസ്റ്റിംഗ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ്, ബേസിക്കായിട്ട് കുക്കീസിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. കുക്കീസിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. കുക്കീസ് ടെസ്റ്റിംഗ് നെക്സ്റ്റ് വീഡിയോയിലാണ് പറയുക. അപ്പോൾ നമ്മൾ ഓരോ സൈറ്റുകൾ, വെബ് ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ചില വെബ്സൈറ്റുകൾ തുറക്കുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പോപ്പപ്പ് എനേബിൾ ആവും. ഒരു പോപ്പപ്പ് കാണിക്കും, അക്സെപ്റ്റ് കുക്കീസ് അല്ലെങ്കിൽ റിജക്റ്റ് ഓൾ കുക്കീസ്. കുക്കീസ് അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ചോദ്യം തുടക്കം തന്നെ ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് കുക്കീസ് നമുക്ക് നോക്കാം. A cookie is a small piece of information that is stored in text file on user client hard drive by the web server അല്ലെങ്കിൽ വെബ്സൈറ്റ്. അതായത് കുക്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്മോൾ പീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മൾ ആ വെബ്സൈറ്റ് നമ്മുടെ യൂസറുടെ സിസ്റ്റത്തിൽ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്ന സ്മോൾ പീസ് ഓഫ് ഇൻഫർമേഷൻ, ടെക്സ്റ്റ് ഫയലായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷനെയാണ് നമ്മൾ കുക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചില വെബ്സൈറ്റുകളിൽ ഇപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്ന വല്ല എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സൈറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇ-കോമേഴ്സ് വെബ്സൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, നമ്മുടെ വീടിൻ്റെ ഡെലിവറി അഡ്രസ്സ്, ഇ-കോമേഴ്സ് വെബ്സൈറ്റ് ആണെങ്കിൽ ഡെലിവറി അഡ്രസ്സൊക്കെ സ്ഥിരം കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ച കണ്ട് നമ്മൾ ആ ഹോം നമ്പർ, ഫസ്റ്റ് നെയിം, അവിടെ ആ ഒരു ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇമെയിൽ ഐ ഡി, ഫസ്റ്റ് നെയിം ഒക്കെ തന്നെ സജഷനായിട്ട് വരണ കാണാം. ഇങ്ങനെ വരണേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ യൂസർ നെയിം ഒക്കെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സ്ഥിരം ഉപയോഗിക്കുന്ന സൈറ്റുകളിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ യൂസർ നെയിം, നമ്മുടെ ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ട്രീറ്റ് നെയിം, പിൻകോഡൊക്കെ തന്നെ സജഷനായിട്ട് വരണതാണ്. ഇങ്ങനെ വരണേനാണ് നമ്മൾ കുക്കീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ കുക്കീസ് എനേബിൾ ആകുമ്പോൾ മാത്രമാണ് അങ്ങനെ വരുള്ളൂ. ഓക്കെ, സംഭവം എന്താണെന്ന് മനസ്സിലായാൽ നമ്മുടെ യൂസറുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ബ്രൗസറിൽ ആ വെബ് സെർവർ അല്ലെങ്കിൽ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യുന്ന ടെക്സ്റ്റ് ഫയലിനെയാണ് നമ്മൾ കുക്കീസ് എന്ന് പറയുന്നത്. ഇറ്റ് സ്റ്റോർസ് ബ്രൗസിംഗ് ഡീറ്റെയിൽസ് ലൈക്ക് പ്രിഫറൻസ്, കസ്റ്റമൈസേഷൻ, ലോഗിൻ ഐ ഡി എക്സെട്ര. അതായത് നമ്മുടെ ലോഗിൻ, യൂസർ നെയിം, ഇമെയിൽ ഐ ഡി, പിന്നെ നമ്മുടെ കസ്റ്റമൈസേഷൻ, നമ്മൾ ആ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വെബ്സൈറ്റിൽ സ്ഥിരമായിട്ട് കൊടുക്കാവുന്ന ഇൻപുട്ടുകളൊക്കെ സജഷൻ വരുന്നതിനെയാണ് നമ്മൾ കുക്കീസ് എന്ന് പറയുന്നത്. എ കുക്കി എനേബിൾസ് വെബ്സൈറ്റ് ടു പ്രൊവൈഡ് എ കസ്റ്റമൈസ്ഡ് എക്സ്പീരിയൻസ്. നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആ വെബ്സൈറ്റിലുള്ള നമ്മുടെ ഇൻട്രാക്ഷൻസ്, അതാണ് കുക്കീസിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് എ കുക്കി? ഒരു കുക്കിയുടെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. ഇതിനെക്കുറിച്ച് വല്ലാണ്ട് കാര്യമായിട്ട് അറിയണമെന്നൊന്നുമില്ല, ഇൻ്റർവ്യൂവിൽ അങ്ങനെ ചോദിക്കൊന്നുമില്ല. എന്നാലും നമുക്ക് അറിഞ്ഞു വയ്ക്കാം. കുക്കിക്ക് മെയിനായിട്ട് 3 കണ്ടന്റ് ആണുള്ളത്. അതായത് ആ സെർവർ, ആ വെബ്സൈറ്റിൻ്റെ നെയിം ആ കുക്കിയിൽ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ഉണ്ടാവും. ഓക്കെ, പിന്നെ രണ്ടാമതുണ്ടാവും കുക്കിയുടെ ലൈഫ് ടൈം. അതായത് ചില കുക്കീസ് 1 വീക്ക് 2 വീക്ക് ലൈഫ് ടൈമിലുണ്ടാവും, ചിലത് 6 മന്ത്സ് ലൈഫ് ടൈമിലുണ്ടാവും, 1 ഇയർ ലൈഫ് ടൈമിലുണ്ടാവും. ആ ലൈഫ് ടൈം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. മൂന്നാമത് എന്താണ്? എ വാല്യൂ. ദിസ് ഇസ് യൂഷ്വലി റാൻഡംലി ജനറേറ്റഡ് യൂണിക്. ഒരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. ഇതാണ് സ്ഥിരമായിട്ട് അതിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന കമ്പോണൻസ്. വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ല. പിന്നെ നമുക്കറിയേണ്ടത് 2 തരം കുക്കീസാണ് ഉള്ളത്. ഏത് തരം കുക്കീസൊക്കെ ഉള്ളത് നോക്കാം. സെഷൻ കുക്കീസും പെർസിസ്റ്റന്റ് കുക്കീസും. എന്താണ് സെഷൻ കുക്കീസ്? സെഷൻ കുക്കീസ് എന്ന് പറഞ്ഞാൽ വളരെ ലോങ് ലൈഫ് ഇല്ലാത്ത കുക്കീസിനാണ് നമ്മൾ സെഷൻ കുക്കീസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ ബ്രൗസർ തുറന്നിരിക്കുമ്പോൾ ആ ഒരു സെഷനിൽ മാത്രം, ആ ഒരു ടൈം പീരീഡിൽ മാത്രം ആക്റ്റീവായി എനേബിൾ ആയിരിക്കുന്ന കുക്കീസിനാണ് സെഷൻ കുക്കീസ് എന്ന് പറഞ്ഞത്. നമ്മൾ ബ്രൗസർ എപ്പോഴാണോ ക്ലോസ് ചെയ്ത് ക്വിറ്റ് ചെയ്യണേ, പിന്നീട് വീണ്ടും തുറക്കുമ്പോൾ ആ കുക്കീസ് വർക്ക് ചെയ്യണമെന്നില്ല. ആ വർക്ക് ചെയ്യുന്ന ടൈമിൽ മാത്രമേ ഉണ്ടാവും. അതേസമയം പെർസിസ്റ്റന്റ് കുക്കീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസിസ്റ്റന്റ് കുക്കീസ് അതിലുള്ള യൂസർ ഡാറ്റ, യൂസറുടെ ഇൻട്രാക്ഷൻസ് ഡാറ്റകൾ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ 1 ഇയർ വരെ സ്റ്റോർ ചെയ്യുന്ന കുക്കീസിനാണ് നമ്മൾ പെർസിസ്റ്റന്റ് കുക്കീസ് എന്ന് പറയുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ ബ്രൗസർ ക്ലോസ് ചെയ്തിട്ട് പിന്നീട് ഒരു ദിവസം, ഒരാഴ്ച കഴിഞ്ഞ് ഓൺ ആക്കിയാലും ബ്രൗസർ തുറന്നാലും ആ സൈറ്റിൽ പോകുമ്പോൾ, ആ വെബ്സൈറ്റിൽ പോകുമ്പോൾ കറസ്പോണ്ടിങ് നമ്മുടെ യൂസർ ഇൻട്രാക്ഷൻ, നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന കസ്റ്റമൈസ്ഡ് വാല്യൂസ്, അതായത് ഇമെയിൽ അഡ്രസ്സ്, നമ്മുടെ ഫസ്റ്റ് നെയിം, നമ്മുടെ പിൻകോഡ്, കാര്യങ്ങളൊക്കെ സജഷനായിട്ട് വരുന്നത് കാണാം.
പിന്നെ വേറെ ആർ ദ കുക്കീസ് സ്റ്റോർഡ് വെറുതെ ജസ്റ്റ് അറിഞ്ഞു. കുക്കീസ് ആർ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബ്രൗസർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബ്രൗസർ അനുസരിച്ച് പലയിടത്താവും. ഗൂഗിൾ ക്രോം സ്റ്റോർ ചെയ്യണോടത്താവില്ല, മോസില്ല ഫയർഫോക്സ് സ്റ്റോർ ചെയ്യുക, അത് അങ്ങനെയുള്ള സ്ഥലത്താവില്ല ഇന്റർനെറ്റ് എക്സ്പ്ലോററിൽ സ്റ്റോർ ചെയ്യുക. ഓരോ ബ്രൗസറിലും വ്യത്യസ്തമായ ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്യുക. എന്നാൽ നമുക്ക് ജനറലി എന്താ പറയാം, കുക്കീസ് ആർ സ്റ്റോർഡ് ഇൻ ബ്രൗസർ ക്യാഷി മെമ്മറി. ബ്രൗസറുടെ ക്യാഷി മെമ്മറിയിലാണ് കുക്കീസ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മൾ കുക്കീസിനെ കുറിച്ച് അറിയേണ്ടത്. ബേസിക് ആയിട്ട് കുക്കീസിനെ കുറിച്ച് അറിയാനാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിനെ സംബന്ധിച്ച് ഒരാളെ സംബന്ധിച്ച് കുക്കീസ് ടെസ്റ്റിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ കുക്കീസിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കുക്കീസ് ടെസ്റ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.